ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് പനങ്ങാട് കാമോത്ത് ദേവസ്വം ഹാളിലാണ്, അല്ലേ? അങ്ങനെയല്ലേ പേര്? അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോണത്. അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് കുറച്ച് സംഘടനയിലെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. നമുക്കൊന്ന് അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഒന്ന് പേര് പറഞ്ഞേ. നമസ്കാരം, ഞാൻ സുഗതൻ, പനങ്ങാട് ചിത്രകലാധ്യാപകനായിട്ട് വിരമിച്ചു. അപ്പോൾ ചിത്രകലാ ശില്പകലാ രംഗത്ത് എക്സിബിഷൻ പെയിൻറ്റിങ് ക്യാമ്പുകളൊക്കെ ഇവിടെ നടക്കുന്നു. സ്കെച്ച് ബുക്ക് ഒരു സ്കൂൾ ഓഫ് ആർട്സ് നടത്തുന്നുണ്ട്. എവിടെയാണ്? പനങ്ങാട്. അതെ, അടിപൊളി. അതിലേറെ കുട്ടികൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ആ കുട്ടികളുടെ ചിത്രങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സ്മരണിക 2024 ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. എല്ലാ കൊല്ലം നടന്നു വരുന്നതാണ്? അല്ലെങ്കിൽ ഇത് പ്രോഗ്രാമുകൾ എല്ലാ വർഷവും പുരോഗമന കലാസാഹിത്യ സംഘമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാനർ ആണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ പ്രഥമമായിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ പരിപാടി ഇത്രയും ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇനി എല്ലാ കൊല്ലവും നടക്കട്ടെ. എന്തായാലും എല്ലാ കൊല്ലത്തിലും ഞാനും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ കൊല്ലവും വരുന്നതായിരിക്കും. പിന്നെ വേറെ എന്താണ് ചേട്ടൻ എന്താണ് പറയാൻ വന്നല്ലോ ഇതിൻ്റെ ഇടയിൽ? ഇത് ഞങ്ങളുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പനങ്ങാട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുഗതൻ മസർ ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിന്റെ ട്രഷറർ കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വളരെ പ്രശസ്തരായ ഒരാൾ കൂടിയാണ്. കാരണം ഓൺലൈൻ പെയിന്റിംഗ് രംഗത്ത് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നിട്ടുണ്ട്. അതറിയില്ലായിരുന്നു കേട്ടോ. സന്തോഷം, അടിപൊളി. ഒരുപാട് കുട്ടികളെ ചിത്രകല പഠിപ്പിച്ച ഒരു വലിയ കാര്യമാണ്. കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കലാരംഗ ഒരു ജീവിതം കലക്കൊണ്ട് സമർപ്പിച്ച് ഇറങ്ങിക്കുന്ന ഒരാൾ കൂടിയാണ്. അടിപൊളി അടിപൊളി, സന്തോഷം. പറഞ്ഞു തന്നേട്ടാ. ഇത് സഖാവ് NK വേണു, പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ഇവിടുത്തെ കമ്മിറ്റിയുടെ മെമ്പറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ്. റിട്ടയർഡ് ഷിപ്പ്യാർഡ് ജീവനക്കാരൻ കൂടിയാണ്. ഓക്കെ. പിന്നെ അടുത്ത ഇത് KSEBയിലെ റിട്ടയർഡ് ചെയ്ത് KSEBിയുടെ സംസ്ഥാന നേതാവൊക്കെയായിരുന്നു. രംഗത്ത് വലിയ അധികാരം പറയാം. ആ നിലക്ക് PP അശോകൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. നിരവധി സാംസ്കാരിക സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ഒരു സജീവമായ സാന്നിധ്യമായി പനങ്ങാടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് PP അശോകൻ. പിന്നെ അടുത്ത ആളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ അല്ലെ വിട്ടു ആദ്യം സ്വന്തം പേര് പറഞ്ഞു. ഞാൻ മറന്നു ചോദിക്കാം. എന്റെ പേര് ML ബിജു. ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ഇവിടുത്തെ സെക്രട്ടറിയാണ്. അടിപൊളി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ്. ഓക്കെ. അതിനെങ്കിൽ അടുത്ത ആളെ പരിചയപ്പെടുത്താം. ഇത് വിനോദ്, പനങ്ങാടിന്റെ ഒരു അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തിന്റെ വിനോദേട്ടൻ അദ്ദേഹത്തിന്റെ വർക്കാണ്. വിനോദേട്ടനെ കുറച്ച് ആളായിട്ട് എനിക്കറിയാം. വിനോദേട്ടൻ ചെയ്താണിത്. ഇത് തെർമോക്കോളിലാണ് വിനോദേട്ടൻ ചെയ്തേക്കണേ. തെർമോക്കോളിലാണ് ചെയ്തേക്കണേ കേട്ടാ. വിനോദേട്ടൻ്റെ കുറേ സാധനങ്ങൾ നമ്മിന് മുന്നേ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടന്നില്ലായിരുന്നു. ഇവർ മറ്റേ ചേപ്പനം ഭാഗത്ത് മതിലിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൺടാക്ട് നമ്പർ എൻ്റെ ഫ്രണ്ട് സിനിഷേട്ടൻ തന്നാണ്. പക്ഷെ അന്നോട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തോ ആക്സിഡന്റ് ഒക്കെ പറ്റിയെന്നോ അല്ലേ, അതൊക്കെ കൊണ്ട് നീണ്ടുപോയി. പിന്നെ ഇത് PK ലക്ഷ്മൺ, CPIMന്റെ ബ്രാഞ്ച് മെമ്പറാണ്. കർഷകത്തൊഴിലാളികളുടെ പ്രവർത്തന നേതാവൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകനാണ്. മാത്രമല്ല ഒരുപാട് ലളിതഗാനങ്ങളും കവിതകളും എല്ലാം സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തി അത് സംവിധാനം ചെയ്ത് സ്വന്തമായി ആലപിക്കുന്ന ആളും കൂടിയാണ് PK ലക്ഷ്മണൻ. ഇത് ബാബു, ഞങ്ങളുടെ സഹയാത്രിയാണ്. എന്നും ഞങ്ങളുടെ മലങ്കായ ഞങ്ങളുടെ പോലുള്ള ആളാണ് ബാബു. ഇത് സത്യൻ മണ്ടപ്പള്ളി. അതായത് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പ്രശസ്തനായ നമ്മുടെ പ്രദേശത്തെ കവികളിൽ അപൂർവം ചില ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. നിരവധി കവിതകളും അതുപോലെ തന്നെ ഗാനങ്ങളും എല്ലാം എഴുതി ചിട്ടപ്പെടുത്തി അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് കലാരംഗത്ത് വളരെ സജീവമായ സാന്നിധ്യമായി. പനങ്ങാടിന്റെ ഒരു എന്താ പറയുക, പനങ്ങാടിന്റെ പേര് സത്യൻ മണ്ടപ്പള്ളിയുടെ ഉയർന്നു വരാൻ അങ്ങനെ ഒരു അത്രയ്ക്ക് ഒരാളാണ് സത്യൻ മണ്ടപ്പള്ളി. ഞങ്ങളുടെ കമ്മിറ്റിയിലെ പ്രവർത്തനം കൂടിയാണ്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പനങ്ങാട് കമ്മിറ്റിയിലെ പ്രവർത്തകനും കൂടിയാണ്. സെബാസ്റ്റ്യൻ പൊടുത്താസ് ഞങ്ങളുടെ ചിത്രകാരനാണ്. വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെന്റ് ഇന്റർനാഷണൽ ഒരു കലാസംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുകൂടാതെ അദ്ദേഹം നിരവധി കവിതകളും പോലെയുള്ള പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഇന്നിപ്പോൾ ഇവിടെ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. സമയക്കുറവ് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം തന്നെ പറയും ബാക്കി വിശേഷങ്ങൾ. സ്മരണികയുടെ എല്ലാം എന്താ പറയുക, ഇതിൻ്റെ സംഘാടകനായ സുഗതൻ്റെ സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. അപ്പോൾ ഞങ്ങളിതുപോലുള്ള ചിത്രകലാ ക്യാമ്പുകളും എക്സിബിഷനുകളുമായിട്ട് ഒക്കെ ഇന്ത്യയിലും മിക്ക സ്ഥലങ്ങളിലും കറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിലും ഭാഗമാക്കാവുന്ന ആളായിരുന്നു. പക്ഷേ എനിക്ക് സമയക്കുറവ്, വേറെ ഇത്തിരി പ്രശ്നങ്ങളുള്ള കാരണം വരച്ചിട്ടില്ല എന്നുള്ളു. എന്നാലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കുള്ള വന്നിട്ടുള്ള ഈ
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അതിന് മുന്നേ പുറത്ത് 2 പേര് ഇന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ അല്ലേ? ഇത് അവിടെ ഇവിടെ 2 പേരുണ്ട്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോവാം, എന്നിട്ട് അകത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. ഇത് മറ്റൊരു ഒന്ന് ക്യാമറയിലേക്ക് നോക്കൂ. എന്നെ മണി എടപ്പള്ളിയുടെ കലാകാരനാണ്. അടിപൊളി. തങ്കമ്പുഴ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പരിപാടികളിൽ എന്നെ മണി എന്ന് പറഞ്ഞ ചിത്രകാരൻ മാത്രമല്ല, അദ്ദേഹം പുരോഗമന ആശയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ പ്രവർത്തകനാണ്. മണിച്ചേട്ടനില്ലാത്തൊരു പരിപാടി തങ്കമ്പുഴ പാർക്ക് എടപ്പള്ളി ഒട്ടേക്കുന്നം അശാന്തിന്റെ, നമ്മുടെ മരിച്ചുപോയ ഒരു വലിയ ആർട്ടിസ്റ്റ് ഉണ്ട് അശാന്ത്, മഹേഷ് എന്ന് പറഞ്ഞ അശാന്തിന്റെ അശാന്തം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിലൊക്കെ മണിച്ചേട്ടന് നിർണായകമായ പങ്കുള്ളതാണ്. അപ്പോൾ കൂടുതലും മണിച്ചേട്ടൻ തന്നെ, മണിച്ചേട്ടൻ്റെ ഔദ്യോഗികം കുടുംബപരമൊക്കെ മണിച്ചേട്ടൻ തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടി വരുന്നത് നന്നായിരിക്കും. ഓക്കെ, മണിച്ചേട്ടാ എന്താണ് 2 വാക്ക് നമ്മുടെ കാണികളോട് പറയാനായിട്ട്? ചിത്രകലാരംഗത്ത് പുതിയ ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. കാരണം വലിയ വിഷയങ്ങൾ പോലും, രാജ്യത്തുണ്ടാകുന്ന വലിയ വിഷയങ്ങൾ പോലും ഏതാനും ചില വാക്കുകളിലോ ഏതാനും ചില പ്രസംഗങ്ങളിലോ ഒതുക്കാതെ വലിയ ക്യാൻവാസിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ വളരെ ചുരുക്കത്തോടു കൂടി വലിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാവുന്നൊരു കലാമാർഗ്ഗമാണ് ചിത്രകല. ആ ചിത്രകലയിലൂടെ സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമൂഹ്യ സംഭവവാസങ്ങളൊക്കെ വളരെ കൃത്യമായി ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഇതാണ് വളരെ ചുരുക്കി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്തോഷം, താങ്ക് യു. ഒന്ന് ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണേ. ഇത് തങ്കകുമാർ, ആർട്ടിസ്റ്റ് തങ്കകുമാർ. അദ്ദേഹം ഞാറക്കൽ സ്വദേശിയാണ്. ഇതുപോലെ തന്നെ വിവിധ ആർട്ട് സംഘടനകളിലെ ക്യാമ്പുകളിലും എക്സിബിഷനുകളിലൊക്കെ നിരവധി പ്രോഗ്രാം പങ്കെടുക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഞങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രവർത്തനത്തിൽ രാജ്യാന്തര ചിത്ര പ്രദർശനങ്ങളും ക്യാമ്പുകളിലും നിരവധി ക്യാമ്പുകളിലൊക്കെ ഒരുമിച്ച് ഞങ്ങളൊരു കൂട്ടായിട്ട് പോകണം. ഈ അടുത്തൊരു പനങ്കാട് കേട്ടത്തുണ്ടായിരുന്നു ഒരു ക്യാമ്പ്. അപ്പോൾ അതാണ് തങ്കകുമാർ. അദ്ദേഹം ഈ അക്രലിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ക്രൈസാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ശരിക്കും നിമിഷ കവി എന്ന് പറയുന്ന പോലെ നിമിഷ ചിത്രകാരൻ. തങ്കകുമാർ പറഞ്ഞോളാം നിന്റെ പേര്. ചേട്ടാ, എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ, ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്ന അവസരത്തിൽ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം സൂതമത്സരത്തിൽ നമ്മളെ പരിചയപ്പെടുത്തി. പിന്നെ ഈ സ്മരണീയ 2004 ഇങ്ങനെ പങ്കെടുക്കാൻ അവസരം തന്നെ നമ്മൾ സൂതമാഷിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഈ ഓണത്തിൻ്റെ തിരക്കിലും, കാരണം സൂതമാഷിൻ്റെ പ്രോഗ്രാം വിളിച്ചപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ആ ബന്ധങ്ങൾ കൊണ്ട് വരാൻ ഒരുങ്ങിയതാണ്. അതുപോലെ ഇതിൻ്റെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും കൂടി നന്ദി പറയുന്നു. ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് പ്രത്യേകിച്ച് സൂതമാഷിന് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചെറിയൊരു വിഷ്വലിൻ്റെ ചെറിയ പ്രശ്നം കാണിക്കോട്ടെ, കാരണം ഗോപ്രോ ഒരു ബാറ്ററി കണ്ടത് പുതിയ മേടിച്ച് കഴിഞ്ഞിട്ട് എന്തോ പ്രശ്നം കാണിക്കണം. അപ്പോൾ പഴയ ബാറ്ററി ആണെങ്കിൽ എടുത്തിട്ടില്ല, കാരണം 2 ഗ്യാരണ്ടിയാണ് നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാം. പക്ഷേ അത് ഒരു പ്രശ്നം കാണിച്ചാൽ ഗോപ്രോ അല്ല ഇന്നത്തെ ഷൂട്ട് ചെയ്യണം, മൊബൈലിലാണ്. അതിൻ്റെ ചെറിയ പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തെ വിശേഷങ്ങൾ അത് കണ്ടല്ലോ അല്ലേ, കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒന്ന് കാണാം. ചേട്ടാ, സോറി ഞാൻ പേര് വിട്ടുപോയി. സത്യൻ. ഓക്കെ, ചേട്ടൻ വരച്ച ചിത്രങ്ങളാണ് എന്താ പറയില്ലേ? ഒത്തിരി ഇടങ്ങളിലൊക്കെ എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് വരയില്ല. വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ വര സ്റ്റോപ്പായി. എന്നാലും നമ്മൾ
പടങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും കുറച്ച് പടങ്ങൾ അവിടെയും ഉണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് കാണാം. ആ, ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം കൊച്ചിന് ഈ വർക്കിൻ്റെ ആളെ. ഏതാണിത്? ആ, ഇത് ആരെയാണ്? ഇത് ആള് പുറത്തേക്ക് പോയിക്കണേ. നമ്മൾ വന്ന ടൈം ഉച്ച ടൈം ആയതാണ് ആള് പുറത്ത്. ആ, ഓക്കെ, പറഞ്ഞോ. ഇത് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ പറയുന്ന ഒരു ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലേ? ദിയ ഫാത്തിമ. ഓക്കെ. ഇവിടെ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആളുടെ സ്ഥലം കുട്ടി നെട്ടൂരാണ്. ഓക്കെ. ആ, ഞാനിവിടെ സ്ഥാപനം നടത്തുന്ന പറഞ്ഞു അതിലൊരു അഡ്വർടൈസ്മെന്റ് അല്ല, ആ സ്ഥാപനത്തില് പഠിക്കുന്ന കുട്ടിയാണ്. അതല്ലേ? വർക്ക് ചെയ്യും. അപ്പോൾ കുട്ടി ചെയ്ത വർക്കുകളൊക്കെ പ്രൊഫഷണൽ തന്നെ. ഇതിപ്പോ നമുക്ക് കണ്ടിട്ടുണ്ടാവും ഈ ഇത്തരം ചിത്രങ്ങളൊക്കെ മാസ്റ്റേഴ്സിന്റെ പെയിന്റിങ്സിന്റെ കോപ്പികളാണ്. അപ്പോൾ കുട്ടിയെ നിർത്തിയിട്ടില്ല, അവർക്ക് ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ദിയ ഫാത്തിമ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഹായ്, ഹലോ. ഹായ്. വരച്ചുകൊണ്ടിരിക്കണേ, ശല്യം ചെയ്യണതിൽ ക്ഷമിക്കണം. പേരെന്ന് പറഞ്ഞേ? ശ്രീജ. എവിടെ സ്ഥലം? വൈറ്റില. ഓക്കെ. ഇത് നമ്മളുടെ ഏതൊക്കെയാണ് വർക്ക്? ഇത് ചെയ്തുകൊണ്ടിരിക്കണല്ലേ? ചെയ്തിട്ടില്ല. ഓക്കെ. ഇത് കണ്ടല്ലോ അല്ലേ? അടിപൊളി, നല്ല മനോഹര ചിത്രമാണ് വരയ്ക്കുന്നത്. വൈറ്റിലല്ലേ? ഓക്കെ. അപ്പുറത്തും രണ്ടുപേരുണ്ട് കേട്ടോ, നമുക്ക് അവരെയും പരിചയപ്പെടാം. ഇത് നമ്മുടെ കാക്കനാട് തുതിയൂരുകാരിയാണ്. അയ്യോ, ഫോണിലാണോ? പറഞ്ഞു. ആ, ഇത് നമ്മുടെ കാക്കനാട് തുതിയൂരുകാരി ഉണ്ടായത് നമ്മുടെയൊക്കെ അടുത്ത് തന്നെയാണ്. വരച്ചോടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. പേര് ഞാൻ വിട്ടുപോയി, സോറി. രേവതി അലക്സ്. ഇത് നോക്കിയേ, വേറെ വരച്ചത് ഇവിടെ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വരച്ചുകൊണ്ടിരിക്കണല്ലേ? ഓക്കെ. ഒരാളും കൂടി പരിചയപ്പെടാനുണ്ട് ഇവിടെ. ഹലോ, ഹായ്. പേര്? അനു. എവിടെ സ്ഥലം? പൂക്കാട്ടുപടി. ഓക്കെ. അനുവിൻ്റെ ഇത് വരക്കണയാണോ അല്ലെങ്കിൽ വേറെ വെച്ചിട്ടുണ്ടോ? വരച്ച്? ഇല്ല. ഓക്കെ. ആ, ഇത് മോള് വരച്ചാണ്. ആളുടെ പേര് കീർത്തന. തലശ്ശേരിയിലാണ്. വരാൻ പറ്റില്ല. ഒരെണ്ണമുള്ള ആള് വരച്ച ഏത്? അത് അത് വരച്ചാണ്. ഓക്കെ. ഇതൊക്കെ മോള് വരച്ചാണല്ലേ? ഓക്കെ. അപ്പോൾ തലശ്ശേരിയിലാണ് ആളല്ലേ ഇപ്പോൾ? ഇതും മോള് വരച്ചാണ്. അടിപൊളി. പിന്നെ അപ്പുറത്ത് എവിടെ ആർട്ടിസ്റ്റ്? സനു അല്ലേ? എവിടെ സ്ഥലം? സുനു, സോറി, പനങ്ങാട് തന്നെ. അടിപൊളി. മ്യൂറൽ വർക്കുകളാണ്. ഇവിടെ വരെ ഉണ്ടല്ലേ? അതാരാണ്? വേറെ ആളുടെ അല്ലേ? ആളിൻ്റെ ഇവിടെ വിനോദനാണോ അത്? വാ. എന്താണ് അപ്പോൾ നമ്മുടെ എക്സിബിഷനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇനി തൊട്ട് എല്ലാ കൊല്ലം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞേക്കണേണ്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. ഉണ്ട്. തീരുവില്ല. ഒരു ദിവസം ഞാനപ്പോൾ വന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ വിടാം. ഇത് വിനോദ് തന്നെയാണ്. അടിപൊളി. ഇത് വുഡിൽ വരച്ച് കാർഡ്ബോർഡ് തന്നെയാണ്. കണ്ടൊരു വുഡ് സെറ്റപ്പ്. ഒരു ഫ്രെയിം ചെയ്ത രീതിയിൽ മൊത്തം നൈഫ് കൊണ്ട് ചെയ്തേക്കണേ. ഓക്കെ. അടിപൊളി. ഇതും കൊള്ളാം കേട്ടോ, സൂപ്പർ. ഇതും കാർഡ്ബോർഡ് തന്നെയല്ലേ? അതൊരു അത്യാവശ്യം വലിയ വീട്ടിലൊക്കെ കൊണ്ട് വെച്ചാൽ ശരിക്കും ഫ്രെയിം ചെയ്താന്ന് ഓർക്കുള്ളൂ. കാരണം ഇപ്പൊ തന്നെ മനസ്സിലാവണല്ല ക്ലോത്തിന്റെ ഇതില്. അതാണ് കേസ്, മനസ്സിലാവണില്ല അത്. അടിപൊളി. പിന്നെ ഈ ബോട്ടിൽ ആർട്ടും ഇതും നമ്മുടെ അല്ലേ? നോക്കി, ഇതൊക്കെ വിനോദേണ്ട പരിപാടി ഉണ്ടാ.
ഇതൊക്കെ ഇത് 20 ദിവസം കൊച്ചി മെട്രോ 20 ദിവസത്തോളം എടുത്തു. 20 ദിവസത്തോളം എടുത്തല്ലേ ഇത് ചെയ്യാൻ? കൊച്ചി മെട്രോടാ. ആ, ഇതൊരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ ഒന്ന് വിളിക്കണം. ഏതെങ്കിലും ഒരെണ്ണം സ്പെഷ്യലി ചെയ്യുമ്പോൾ നമുക്ക് കാണികളിലേക്ക് എത്തിക്കാം. ഞാനിവിടെ വന്നിരിക്കാം. 20 ദിവസത്തെ അല്ല, നമുക്കൊരു പാർട്ടായിട്ട് എടുത്തിട്ടേ ആ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് എടുത്തിടാം. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിനോദേട്ടനെ. കുറേ അധികം ഉണ്ട്, ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കർഷകരുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചെയ്തതാണ്. അതെ അല്ലേ, രാജ്യങ്ങൾക്കും ജവാനും. ആ, ഒട്ടിച്ചിട്ടില്ല, പേസ്റ്റ് ചെയ്തിട്ടില്ല, വെറുതെ ഇട്ടാണല്ലേ. അത്യാവശ്യം നല്ലൊരു പണിയാണല്ലോ. ക്ഷമ വേണ്ട. കല്യാണത്തിന്റെ ഒരു പേര് കൊടുക്കുക. ആ, വേറെ ആൾക്കല്ലേ. ഓക്കെ, മണിച്ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നീതി ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ പൊതുജനം അതിന്റെ ശിക്ഷ നടപ്പാക്കും എന്നാണ് കാണിച്ചത്. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. ഇതിന് കാളനെ ശരിയാക്കാൻ എനിക്ക് സമയം കിട്ടില്ല. എക്സിബിഷൻ അടുത്ത. ഓ, കാളനെ കൂടി അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ. ഗോൾഡൻ ബ്രിഡ്ജ്, താഴത്തൊരു സ്പീഡ് ബോട്ട്, താഴത്തെ സ്പീഡ് ബോട്ട് ഉണ്ടല്ലേ. യെസ് യെസ്. ആ, എനിക്ക് ഇതിൽ വിഷ്വലിൽ കാണാം. യെസ്, അത് നമ്മുടെ ലാലേട്ടനുണ്ട്. 3 സൈഡുണ്ട്. 3 സൈഡുണ്ട്. മുക്ക ലാലേട്ടൻ അടുത്താരാണ്. അടുത്തതാണ് ഞാൻ ആരാണെന്ന് ഉദ്ദേശിച്ചത്. അല്ല, അത് നെക്സ്റ്റ് ആരായിരിക്കും? രണ്ടുപേരും നമുക്ക് കാണാൻ പാടായിരിക്കും. എന്തായാലും പൃഥ്വിരാജ് ഇടം പിടിച്ചിട്ടുണ്ട് അവിടെ. ഹോസ്പിറ്റൽ ബെഡാണല്ലേ, ഹോസ്പിറ്റൽ ബെഡാണ്. എന്തായാലും സന്തോഷം. ഇതുണ്ടോ, ഭയങ്കര നല്ല മനോഹരമായിട്ട് അത് ക്ലാസ് ഫോട്ടോ, അതായത് ഫോട്ടോ എടുത്ത് പോലിരിക്കുന്നു. നല്ല ഭംഗിയിൽ കുറച്ച് പിക്ചേഴ്സ്. ആളെനിക്ക് കാണാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട്, ആൾ പുറത്തേട്ട് പോയേക്കണേണ്. ഇത് ആരുടെയാണ് ചേട്ടാ? ഇത് ആര് വരച്ചാണ്? നമ്മുടെ പനങ്ങാട് തന്നെ ആ ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. ആ, സനീതൻ എന്നാണ് പേര്. സനീതൻ. സനീതൻ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പോട്ട് പോയത്. അതവിടെ ഒരു ജസ്റ്റിൻ മാഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു അധ്യാപകനുണ്ട്. പുള്ളി സജീവമായിട്ടുള്ള ജസ്റ്റിൻ മാഷ്, ആദരണീയനായ ജസ്റ്റിൻ മാഷിന്റെ മകനാണ് സനീതൻ. ഓക്കെ. ഇദ്ദേഹം രാജ്യാന്തര ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടിലെ അധികം അദ്ദേഹം ഇങ്ങനെ ഈ ഷോകളിലൊക്കെ ആദ്യമായിട്ടാണ് പുള്ളി ഇതിട്ട് പങ്കെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അപരിചിത അദ്ദേഹത്തിനുണ്ട് ആളുകളുടെ ഇടയിൽ. അങ്ങനെ അതുകൊണ്ട് പുള്ളി അദ്ദേഹം കുറേ നേരം ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് വൈകിട്ട് വരെ കുറച്ച് ബ്രേക്ക് ടൈം ആയിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കും. നല്ല അക്കറിലേക്ക് വലിയ വലിയ വർക്കുകളൊക്കെ നല്ല രസമുണ്ട്. വളരെ ക്ലാസിക് ആയിട്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വർക്കുകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ, കോപ്പി വർക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ സ്വാധീനതാണ്ട വർക്കുകൾ, സോൾജിയർ, ഇങ്ങനെ രസകരമായ വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുമ്പോൾ അന്വേഷണം പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടാ. നല്ല പിക്ചറായിരുന്നെന്നും പറഞ്ഞേക്കണം. ഓക്കെ, പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതെ അതെ അതെ. ആളുകളാണ് അദ്ദേഹം വരുമ്പോൾ തീർച്ചയായിട്ടും പറയും. സുഗതൻ ഒരു അടിപൊളി ഒരു വർക്കും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനൊന്നും കാണിച്ചു തരാം നിങ്ങളാ. ഇത് നോക്കിയേ, അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. കാരണം കലാകാരൻ തന്നെ അതിനെക്കുറിച്ച് പറയണതാണ് അതിൻ്റെ അല്ലേ ചേട്ടാ? അതെന്താണ് പറഞ്ഞ സംഭവം? ഇത് കാഴ്ചയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ബൂട്ട് അധികാരത്തിന്റെ ചിഹ്നമായിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതൽ ഉള്ളൊരു രീതിയാണ് ബൂട്ട് താങ്ങുക. ഇന്ത്യയെ വിട്ടുകൊടുക്കാനും നമ്മുടെ കേരള രാജഭരണകാലത്ത് അതിലും ഒറ്റുകൊടുക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഒരു അധികാരികളെ പീഡിപ്പിക്കുന്നത് വേണ്ടിയിട്ട് ഇങ്ങനെ ചെരുപ്പുകളിങ്ങനെ താങ്ങുക, അധികാരികളെ താങ്ങി നിർത്തുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ഈ ഷൂവിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടെറാക്കോട്ടയാണ് വർക്ക്, ചുട്ട വർക്കാണ്. അതിന് ടൈറ്റിൽ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയ നിർവചനത്തിൽ പറയുന്നത്. ഓക്കെ, കൊള്ളാം, നല്ല അടിപൊളി വർക്കാണ്. ഇതൊക്കെ ത്രെഡിൽ ചെയ്തിരിക്കണം. മിക്കവാറും നമ്മൾ കാണാറുണ്ട് ഇത്തരം. അവിടുന്ന് ഒരു മിനിറ്റ്, അവിടുന്ന് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് ക്ലിയർ ആവണില്ല, എന്നാലും ശ്രമകരമായൊരു വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. അഭിലാഷ് കുറച്ച്
നാളുകളിൽ എൻ്റെ അടുത്ത് ചിത്രകല പഠിക്കാൻ എത്തിയിരുന്നു. അഭിലാഷിന്റെ സ്ഥലം അഭിലാഷ് പനങ്ങാട്. പനങ്ങാട് തന്നെ. ഓക്കെ. ആ അപ്പോൾ അദ്ദേഹം കൊടുത്ത 3 ചിത്രങ്ങളുണ്ട്. ആ അപ്പോൾ രസകരമായിട്ട് 3 ഫിഗേഴ്സാണ് ചെയ്തേക്കുന്നത്. 3 ഫിഗേഴ്സാണ്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചേട്ടനാണ്. ആ ആ അപ്പോൾ ആ പ്രാക്ടീസിലൂടെ ഇനി കുറേ കൂടി അദ്ദേഹം കാരണം വരാനുണ്ട്, അത് വരികയും ചെയ്യും. കാരണം ഇത് പെട്ടെന്ന് കുറച്ച് നാളുകൾ കൊണ്ടിട്ട് അഭ്യസിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് 2 വർക്കുകൾ അപ്പുറത്തുണ്ട്. ഒരു നാരായണഗുരു, ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ തുടങ്ങി അവിടെ ഞാൻ ആദ്യം കണ്ടിരുന്നു. ഗ്ലാസ്സിൽ ക്ലിയറിലോട്ടിട്ട് ഗ്ലാസ്സിൽ ലെയർ അടിക്കണോണ്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ. ആ ഇതെല്ലാം ഇവിടെ സനീതിന്റെ വർക്കാണ്, നമ്മൾ നേരത്തെ കണ്ട വർക്കുകളാണ്. ഇതെല്ലാം ഇവിടെ പിള്ളേരാണല്ലോ അല്ലേ? സ്കെച്ച് ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന വർക്കുകളാണ്. താഴത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇത് ഒരു കുട്ടി ദശരഥ രഞ്ജിത്ത് അങ്ങനെ വർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടിയാണ്. ഇതെല്ലാം മറ്റേ നമ്മൾ നേരത്തെ കണ്ട സനീതിന്റെ വർക്കുകളാണ്. ഇത്രയും വർക്കുകളൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ഇത് ശ്രീനന്ദ ഷാജി കുട്ടിയുടെ വർക്കുകളാണ്. ഈ 3-4 വർക്കുകൾ. ഇവിടെ ശ്രദ്ധ ബിജു, അങ്ങനെ അവരുടേതായ കുറച്ച് വർക്കുകൾ. ഇത് സൗമ്യ എന്ന് പറഞ്ഞ ലേഡി വീട്ടമ്മയാണ്. പുള്ളി ടൈലറാണ്, ഫാഷൻ ഡിസൈനർ. ഇദ്ദേഹത്തിന്റെ വർക്കുകളാണ്. ഇത് ഈ രൂപ ഓടിയിരിക്കുന്നത് വരച്ചാണ്. ഇത് വർക്കാണ്. ഓക്കെ ഓക്കെ. സനീതിന്റെ കുറെ വർക്കുകളുണ്ട്, ചെറിയ വർക്കുകളെല്ലാം സനീതിന്റെ. ഇതെല്ലാം കാശിനാഥ്. കാശിനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു വർക്കാണ്. ഇതാണ് മറ്റേ അഭിലാഷിന്റെ തട്ടില് ഉള്ള വർക്ക്. ഇത് കണ്ടല്ലോ അല്ലേ? അത് ഇവിടെ ഞങ്ങൾക്ക് വ്യക്തമാണ്, പക്ഷേ ക്ലിയർ അടിക്കണതിന്റെ നല്ല രസമുണ്ട്, കാണേണ്ടത് തന്നെയാണ്. ഇതും അഭിലാഷിന്റെ തന്നെയാണ്. സനീതിന്റെ. ആ ഓക്കെ ഓക്കെ. ആ ആ വർക്കുകളുടെ രീതി തന്നെ ഓക്കെ, നല്ല പെർഫെക്റ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ വർക്കായിരുന്നു. കുട്ടികളുടെ വർക്കാണ്. പാർവതി നല്ല കുട്ടികളുടെ വർക്കുകളാണ്. പിന്നെ വേറിട്ടൊരു റിലീഫ് വർക്ക് കൂടെ കാണുന്നുണ്ട്. ഇത് സത്യന്റെ വർക്കാണ്, സത്യം മണ്ണോപ്പള്ളിയുടെ വർക്കാണ്. കുറച്ച് മുമ്പ് നല്ല സത്യന്റെ വർക്കാണ്. സോ വർക്കുകളാണ് ഉള്ളത്. പിന്നെ കുട്ടികൾ വരച്ചത് വർക്കുകളാണ് നമുക്ക് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് 18-19, ഇന്ന് 18ആണല്ലേ? ഇന്ന് 18ആയിരുന്നു, സോറി. അപ്പോൾ നിങ്ങളിലേക്ക് ലേറ്റായി എത്തണമെങ്കിൽ പ്രശ്നമാണ്. ഇല്ലാത്ത പക്ഷം നാളെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വിടാൻ ശ്രമിക്കാം വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ലോകം അറിയേണ്ടതാണ്. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇന്നത്തെ ഇത്തിരി ക്വാളിറ്റി കുറവുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ ഗോപ്രോയുടെ ചെറിയ പ്രശ്നം കാണിച്ചുകൊണ്ടാണ്. എന്തായാലും ഭാവിയിൽ അല്ലേ ഒരു ഐഫോണൊക്കെ എടുത്തിട്ട് അതിലും കൂടി ഷൂട്ട് ചെയ്യുക. എന്തായാലും ഇങ്ങനെ പ്രശ്നം വന്നാലും പേടിക്കണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.